أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. أوكلما عاهدوا عهدا نبذه فريق منهم بل أكثرهم لا يؤمنون. ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. അവരോട് പറയുക, ആരെങ്കിലും ജിബ്രീലിനോട് വിരോധം ഭാവിക്കുന്നുവെങ്കിൽ അവർ അറിഞ്ഞിരിക്കട്ടെ, ജിബ്രീൽ നിന്റെ ഹൃദയത്തിൽ ഈ ഖുർആൻ അവതരിപ്പിച്ചത് അള്ളാഹുവിന്റെ അനുമതിയോടെ മാത്രമാകുന്നു. അതാവട്ടെ മുമ്പ് അവതരിച്ചതിനെ സത്യപ്പെടുത്തുന്നതും വിശ്വാസികൾക്കും മാർഗദർശനവും വിജയത്തിന്റെ സുവാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജിബ്രീലിനോടുള്ള വിരോധത്തിനു കാരണവും ഇതുതന്നെയാണെങ്കിൽ അവരോട് പറയുക, ആരെങ്കിലും അള്ളാഹുവിന്റെയും അവന്റെ മലക്കുകളുടെയും ദൂതന്മാരുടെയും ജിബ്രീലിന്റെയും മീകായിലിന്റെയും ശത്രുവാണെങ്കിൽ അള്ളാഹു ആ നിഷേധികളുടെയും ശത്രുവത്രേ. സത്യത്തെ സ്പഷ്ടമായി വെളിപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളാകുന്നു നാം നിനക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. ധിക്കാരികളായ ജനമല്ലാതെ അതിനെ പിൻപറ്റാൻ വിസമ്മതിക്കുകയില്ല. ഈ വിധം തന്നെയല്ലേ എക്കാലത്തും സംഭവിച്ചിട്ടുള്ളത്. ഓരോ കരാർ ചെയ്തു കഴിയുമ്പോഴും അവരിൽ ഒരു വിഭാഗം അതിനെ വലിച്ചെറിയാൻ മുതിർന്നിട്ടില്ലേ? എന്നല്ല, അവരിൽ അധിക പക്ഷവും സത്യസന്ധമായി വിശ്വസിക്കാറുമില്ല. അവരുടെ പക്കൽ മുമ്പേയുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ടും ദൃഢീകരിച്ചുകൊണ്ടും അള്ളാഹുവിങ്കൽ നിന്നൊരു ദൂതൻ ആഗതനായപ്പോൾ ഈ വേദക്കാരിൽ ഒരു വിഭാഗം ഒന്നും അറിയാത്തവരെ പോലെ ദൈവിക ഗ്രന്ഥത്തെ പുറകോട്ടെറിഞ്ഞു കളഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമേകുകയും ഈ നമുക്ക് ലഭിക്കുന്ന ഈ വെളിച്ചം നമ്മുടെ സമൂഹത്തിലേക്ക് പരത്തുവാനുള്ള സൗഭാഗ്യം നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 96, 97, 98, 101 വരെയുള്ള ആയത്തുകളാണ് ഞാനിവിടെ ഓതിയത്, അർത്ഥം വായിച്ചത്. നമ്മൾ ബനി ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്ദികേടിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ആയത്തിലും അവരെ കുറിച്ച് മദീനയിൽ ഒരുപാട് ബനി ഇസ്രായേൽ ജൂതന്മാരായ ആളുകൾ വസിച്ചിരുന്നു. അപ്പൊ അവര് ഓരോ പ്രാവശ്യവും പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഓരോ ചോദ്യങ്ങൾ, അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് ന്യായങ്ങൾ ചോദിച്ചു വരാറുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തില് ഉള്ള ഒരു വിഷയം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അവരുടെ മറ്റൊരു ന്യായം, നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞത് വേറെ വിഷയങ്ങളായിരുന്നു അല്ലെ.
അപ്പൊ ഇപ്പോഴും ആ ഒരു ബനി ഇസ്രായേല്യരുടെ ചരിത്രത്തെ കുറിച്ചാണ് പ്രവാചകന് സാന്ത്വനമായിട്ട് അള്ളാഹ് പറയാണ് അവരെ കുറിച്ച്. അവർ വിശ്വസിക്കുന്നില്ല എന്ന് പ്രവാചകന് വിഷമിക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു തരത്തിൽ സമാധാനം നൽകുന്ന ആയത്തുകളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീൽ, ആദ്യത്തെ ആയത്ത് നോക്കൂട്ടോ. ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീൽ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. അതായത് അവരോട് പറയുക, അതായത് പ്രവാചകനോട് അള്ളാഹ് പറയാണ്, അവരോട് പറയുക, അവരോട് ചോദിക്കുക, ആരെങ്കിലും ജിബ്രീലിനോട് വിരോധം ഭാവിക്കുന്നുവെങ്കിൽ അവർ അറിഞ്ഞിരിക്കട്ടെ, ജിബ്രീൽ നിന്റെ ഹൃദയത്തിൽ ഈ ഖുർആൻ അവതരിപ്പിച്ചത് അള്ളാഹുവിന്റെ അനുമതിയോടെ മാത്രമാകുന്നു. അതാവട്ടെ മുമ്പ് അവതരിപ്പിച്ചതിനെ സത്യപ്പെടുത്തുന്നതും വിശ്വാസികൾക്ക് മാർഗദർശനവും വിജയത്തിന്റെ സുവാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആയത്ത് ഒന്നുകൂടി നമുക്ക് തറവാൻ വേണ്ടിയിട്ട് അർത്ഥം ഒന്നുകൂടി വിശദീകരിച്ച് നോക്കാം. ഖുൽ, നീ പറയുക, പ്രവാചകനോട് അള്ളാഹ് പറയാണ്, നീ പറയുക, മൻ മൻ ആരാണോ, ആരാണോ കാന ആയിരുന്നു, മൻ കാന ആയിരുന്നു, മൻ ആരാണോ, അല്ലെങ്കിൽ മൻ എന്നുള്ളത് ഖുറാന്റെ ഒരു പ്രയോഗമാണ് അല്ലെ, ആരങ്ങനെ ചെയ്യുന്നവോ, ആരിങ്ങനെ ചെയ്യുന്നവോ, ഖുറാനിൽ പല സ്ഥലങ്ങളിലും മൻ എന്ന് വെച്ചിട്ട് പറയാറുണ്ട്. മൻ ആരാണോ കാന ആയിരുന്നു, അദുവ് എന്ന് പറഞ്ഞ ശത്രുവാണ്, അദുവിന്റെ ജമാണ് അദാ, അദുവും ജമ അദാ. അപ്പൊ മൻ കാന അദുവ്, ആരെങ്കിലും ശത്രുവായാൽ, അദുവായാൽ, ലി ആർക്ക്, ലി എന്ന് പറഞ്ഞാൽ വേണ്ടി, ഫോർ, ടു എന്നൊക്കെ പറയും, ടു ആർക്ക്, ജിബ്രീലിനോട് ശത്രുവായാൽ, ജിബ്രീലിന് ശത്രുവായാൽ, അപ്പൊ ആരെങ്കിലും ജിബ്രീലിനോട് ശത്രുത പുലർത്തിയാൽ എന്നർത്ഥം. മൻ കാന, ഇതിലിപ്പോ ഒരു വാക്ക് നിങ്ങൾക്ക് അറിയാത്തുണ്ടാവുക, അദുവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വളരെ ഫെമിലിയർ ആണ്, ഒരുപാട് സ്ഥലങ്ങളിൽ വന്നതാണ് അദുവ്, ശത്രു എന്നുള്ള വാക്ക്, അദുവ് അദാ. ഓക്കെ, മൻ കാന ആരാണ്, ആരാകുന്നുവോ, അദുവ് ശത്രു, ജിബ്രീലിന്, ലി എന്ന് പറഞ്ഞാൽ എന്നുള്ള അർത്ഥം, ജിബ്രീൽ തന്നെ, ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ മൻ കാന അദുവ്വൻ ജിബ്രീൽ, ആരെങ്കിലും ജിബ്രീലിനോട് ശത്രുത പുലർത്തിയാൽ, ഇന്നഹു, അപ്പോൾ എന്താണ്, നിശ്ചയമായും, ഹു അവൻ, അതായത് ആ ശത്രുത പുലർത്തുന്ന, അല്ല സോറി, ഈ ഒരു ഇത് ശത്രു പുലർത്തുന്നതിനെ കുറിച്ചല്ല, ഇന്നഹു നസ്സലഹു, നിശ്ചയമായി അത് അള്ളാഹു, അദ്ദേഹം അത് ഇറക്കി, അലാ കൽബിക്ക, നിന്റെ ഹൃദയത്തിന്റെ മേലെ, അവർ അറിഞ്ഞിരിക്കണം, ജിബ്രീലിന്റെ ഹൃദയത്തിൽ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹുവിന്റെ അനുമതിയോടെ, ഫഇന്നഹു നസ്സലഹു, അദ്ദേഹം അത് ഇറക്കിയത് എന്ന് പറയുന്നത് ഈ ജിബ്രീലിനെയാണ്. ഓക്കെ, ഈ ജിബ്രീലിനെ, ആ ജിബ്രീൽ അത് ഇറക്കിയത്, ഫഇന്നഹു തീർച്ചയായും അദ്ദേഹം, ആ ജിബ്രീൽ, നസ്സലഹു, നസ്സല എന്ന് പറഞ്ഞാൽ ഇറക്കി, ഹു അതിനെ എന്നറിയ ഖുർആനിനെ, ഖുർആനിക വചനങ്ങളെ ഇറക്കിയത്, അലാ ഖൽബിക നിന്റെ ഹൃദയത്തിന്റെ മുകളിൽ, ബിഇദ്നില്ലാഹ് അള്ളാഹുവിന്റെ അനുമതിയോടെ ആകുന്നു. അപ്പൊ നമ്മൾ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. മൻ കാന അദുവ്വൻ ജിബ്രീല, ആരെങ്കിലും ജിബ്രീലിന് ജിബ്രീലിനോട് ശത്രുത പുലർത്തിയാൽ, ഇന്നഹു, അപ്പൊ അവൻ അറിയേണ്ട ഒരു കാര്യം അള്ളാഹ് പറയാണ്, അവൻ അറിയേണ്ടത്, അപ്പോൾ, ഇന്ന തീർച്ചയായും, ഹു അവൻ എന്ന് പറയുന്ന ആ ജിബ്രീൽ, അദ്ദേഹം, ഹു അവൻ, നസ്സല ഇറക്കി, നസ്സല യുനസ്സിലും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, അതിന്റെ മാലി മുലാരിയൊക്കെ, നസ്സല ഇറക്കി, ഹു അതിനെ, ഇതിനിറക്കി, ആ ഖുർആനിക വചനങ്ങളെ, ഖുർആനിനെ ഇറക്കി, നസ്സല അലാ, ഓൺ, ഖൽബിക, എന്ന് പറയുന്ന നിന്റെ മനസ്സിൽ എന്ന് പറയുന്ന പ്രവാചകനോട് പറയാണ്, നിന്റെ ഹൃദയത്തിൽ, കൽബ് ഹൃദയം, കൽബിന്റെ ജമാണ് ഖുലൂബ്. ഇപ്പൊ കൽബിക്ക എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിന് മേലെ, നസ്സലഹു അതിനിറക്കിയെന്ന് പറഞ്ഞാൽ ഖുർആനിനെ ഇറക്കിയത്, ഫഇന്നഹു തീർച്ചയായും, പിന്നെ അദ്ദേഹം, അത് ഇറക്കിയത്, നിന്റെ കൽബിക്ക് ഇറക്കിയത്, ബിഇദ്നില്ല അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അനുവാദം, ഇതിന് എന്ന് പറയുന്നത് പിന്നെ അള്ളാഹുവിന് അനുമതി എന്നുള്ള അർത്ഥത്തിലാണ്, ബിഇദ്നില്ലാഹി അള്ളാഹുവിന്റെ അനുമതി കൊണ്ടാകുന്നു എന്നർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മൻകാന അദുവ്വൻ ജിബ്രീൽ, ആരെങ്കിലും ജിബ്രീലിന് ശത്രു പുലർത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ പറയാണ്, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, ആ ജിബ്രീൽ അലൈഹിസ്സലാം നിന്റെ ഹൃദയത്തിന്റെ മുകളിൽ അത് ഇറക്കിയത് അള്ളാഹുവിന്റെ അനുമതിയോടെ ആകുന്നു.
മാത്രമല്ല മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അങ്ങനെ അനുമതിയോടെ കൂടെയും അവര്, അതായത് ജിബ്രീലിനോട് ശത്രുത പുലർത്തുന്ന ഒരാളെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അനുമതിയോട് കൂടിയാണ് ജിബ്രീൽ അത് ഇറക്കുന്നത്. രണ്ടാമത്തത് ബീദിന് അല്ല മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അത് നിങ്ങളുടെ കയ്യിൽ അതിന് മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തും. മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുന്നത്, ലീ എന്താണോ മാ അല്ല ലീ എന്ന് പറഞ്ഞാല് വേണ്ടി, മാ ബൈന യദൈഹി, യദൈഹി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മാ ബൈന യദൈഹി എന്ന് ഉപയോഗിക്കുന്ന മുമ്പിലുള്ളതിനെ കേട്ടോ. ഈ യദിന്റെ കൈകൾക്കിടയിലുള്ളത് എന്നുള്ള പ്രയോഗം എന്ന് പറയുന്നത് മുന്നിലുള്ളത് എന്നാണ് അത് പറയാ. നമ്മളെ കൈകൾക്കിന്റെ ഇടയിലുള്ളത് എന്നതിന് നമ്മൾ പൊതുവെ നമ്മുടെ മുന്നിലുള്ളതിന് മുമ്പിലുള്ളതിന്, കാരണം നമ്മുടെ കൈകൾ എന്ന് പറയുന്നത് ഫ്രണ്ടിലല്ലേ, ഐ മീൻ ഫ്രണ്ടിലാണല്ലോ നമ്മൾ അതിന്റെ ആക്ഷൻ വരിക, ബാക്കിലോട്ടല്ലല്ലോ. അപ്പൊ അത് നമ്മളെ രണ്ട് കൈന്റെ ഇടയിലുള്ള സാധനം നമ്മളെ മുന്നിലാണ് ഉണ്ടാവുക. മനസ്സിലായില്ല? അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കൈകൾക്കിടയിലുള്ള ഒരു സാധനം നമ്മൾ പിടിക്കുമ്പോൾ നമ്മളെ ഫ്രണ്ടിലാണ് ഉണ്ടാവുക. അപ്പാണ് ബൈന യദൈഹി എന്ന് പറയുന്നത്, ബൈന യദ് എന്ന് പറയുന്നത് കൈകൾക്കിടയിൽ നിന്ന് മുമ്പിലുള്ളതിന്, അതായത് ഈ ഖുർആന്റെ മുമ്പിലുള്ള, അതായത് ഇതിനു മുന്നേ ഉള്ള വേദത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് എന്നർത്ഥം. മനസ്സിലായില്ലേ? ബൈന യദൈഹി എന്ന് പറയുന്നത് എതിനെയാണ്? ആ ഖുർആനിന്റെ മുമ്പിലുള്ളതിന്. ഓക്കെ, മാ എന്താണോ ബൈന യദൈഹി ഖുർആനിന്റെ മുമ്പിലുള്ളത്, മുമ്പ് എന്ന് പറയുന്നത് അതിന്റെ മുൻപനെ കഴിഞ്ഞു പോയത് എന്താണോ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ ഈ ഖുർആനി ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളതും എന്ന് ഇവരോട് പറയാണ്. ഹുദൻ, പിന്നെ എന്തും കൂടിയാണ്, ആൻഡ് ഹുദയാണ്. ഹുദ എന്ന് പറയുന്നത് സന്മാർഗമാണ്, വഴികാട്ടിയാണ്. ബുഷ്റയാണ്, ഹുദയാണ്, ഹുദയാണ്, സന്മാർഗമാണ്. ബുഷ്റ എന്ന് പറയുന്നത് സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. ബാക്കി ഇവിടെ കാണുന്നില്ല അല്ലെ. ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക്. ലി എന്ന് പറഞ്ഞാല് ടു അൽ മുഅ്മിനീൻ, മുഅ്മിനീൻ. മുഅ്മിൻ എന്നതിന്റെ ജംആണ് മുഅ്മിനീൻ. മനസ്സിലായില്ലേ? മുഅ്മിന്റെ ജംആണ്, പ്ലൂറലാണ് മുഅ്മിനീൻ. അപ്പൊ ഈ ആയത്ത് ഒന്നുകൂടി പറഞ്ഞു നോക്കും. ഇതിൽ ഈ ആയത്തില് നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് പഠിച്ചിട്ട് പോണേ, പിന്നെ വീട്ടിലേക്ക് എടുക്കാതെ ഇപ്പൊ തന്നെ ആയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അർത്ഥം പറയാൻ പറ്റുന്ന രീതിയിൽ ഇവിടുന്ന് പഠിച്ചിട്ട് പോകണം. ഇവിടെ പുതിയ വാക്കുകൾ എന്ന് പറയാൻ നിങ്ങൾക്ക് അദുവുണ്ട്, ശത്രു. അതുപോലെ തന്നെ മുസദ്ദിഖ്, സത്യപ്പെടുത്തുന്നത്, അത് മുന്നേ വന്നതാണ്. ബൈന യദൈഹി എന്ന് പറഞ്ഞാൽ മുന്നിലുള്ളത്, ഹുദ എന്ന് പറഞ്ഞ സന്മാർഗം, ബുഷ്റ എന്ന് പറഞ്ഞ സന്തോഷ വാർത്ത അറിയിക്കുന്നത് മുഅ്മിനീങ്ങൾക്ക്. പിന്നെ അർത്ഥം പറഞ്ഞു നോക്കൂ. നീ പറയുക, മൻ കാന അദുവ്വൽ ജിബ്രീല, ആരെങ്കിലും ജിബ്രീലിനോട് ശത്രുത പുലർത്തിയാൽ അല്ലെങ്കിൽ ശത്രു ആയാൽ, ഇന്നഹു തീർച്ചയായും അദ്ദേഹം, അപ്പോൾ തീർച്ചയായും ഹു അദ്ദേഹം എന്ന് പറയുന്നത് ജിബ്രീൽ, നസ്സലഹു അതിനെ ഇറക്കിയത്, നസ്സല ഇറക്കി, ഹു അതിനെ മീൻസ് ഖുർആനിനെ, അലാ ഖൽബിക അലാ ഓൺ ഖൽബിക നിന്റെ ഹൃദയത്തിന് മുകളിൽ, അതായത് റസൂലിന്റെ ഹൃദയത്തിന് മേലെ അത് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിനെ ഇറക്കിയത് ബിഇദ്നില്ലാഹി അള്ളാഹുവിന്റെ അനുമതി കൊണ്ട് മാത്രമാണ്. അത് ഒന്നാമത്തത് അവർ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ അതാണ്. ജിബ്രീൽ അങ്ങനെ. പിന്നെ രണ്ടാമത് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ജൂതന്മാരോട് പറയാണ്, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, നിങ്ങളുടെ കയ്യിലുള്ള തൗറാത്ത് ഉണ്ടല്ലോ, അതായത് ഈ ഖുർആനിന് മുമ്പുള്ള ആ ഒരു പുസ്തകത്തിനെ ഉള്ളതിന് എന്താണോ എന്ന് പറയുന്ന ഈ തൗറാത്ത്, ഇഞ്ചീൽ പോലെയുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പൊ മുസദ്ദിഖ് സത്യപ്പെടുത്തുന്നതാണ്, എന്തിനെ, മാ ബൈന യദൈഹി അതിന്റെ മുന്നിലുള്ളതിന്, ഖുർആനിന്റെ മുന്നിലുള്ളതിനെയൊക്കെ സത്യപ്പെടുത്തുന്നതുമാണ്. വഹുദ നേർമാർഗമാണ്, വബുഷ്റ സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്, ലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക്, അതായത് ഈമാനുള്ളവർക്ക്, സത്യവിശ്വാസികൾക്ക് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ ആയത്ത് സിമ്പിൾ ആയല്ലോ അല്ലെ. ഇനി ഇവിടെ ഈ ഒരു ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രവാചകനെ ഈ ജൂതന്മാരുടെ ഒരു സ്വഭാവം, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല, അവരുടെ ഒരു സ്വഭാവമായിരുന്നു ഇടക്കിടക്ക് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കും. വിശ്വസിച്ചവരെയും നബിയിലും തിരുമേനിലും വിശ്വസിച്ചവരും മാത്രമല്ല ജൂതന്മാർ, അതായത് ജിബ്രീലിനെ, എന്നിട്ട് ജിബ്രീലിനെ പറ്റി ഇവർക്ക് ഭയങ്കര ശത്രുതയായിരുന്നു ജിബ്രീലിനോട്. ജൂതന്മാര് പൊതുവെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ശത്രുവായിട്ടാണ് കണ്ടിരുന്നത്. കാരണം അവര് പറയാനുള്ള ജിബ്രീലിനെ അവർക്ക് ശത്രുത പുലർത്താൻ കാരണം, അതായത് ഈ പ്രവാചകന്റെ അടുത്ത് ഇവര് വരുമ്പോ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇത് വിശ്വസിക്കാതിരിക്കണം, ഖുർആനിൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി അവര് തന്നെ പ്രവാചകനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചിട്ട് ഇതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കാത്തത് എന്ന് പറയണം. മനസ്സിലായില്ലേ? അതായത് ചോദ്യങ്ങൾ പ്രവാചകനോട് ചോദിച്ച്
അത് അവർക്ക് ന്യായമായ ഉത്തരം കിട്ടിയിട്ട് ഓക്കെ ഇപ്പൊ നോക്കിയേ ഞങ്ങൾ ഇതുകൊണ്ടാണ് താങ്കൾ ഇറക്കിയ ഖുർആനിൽ വിശ്വസിക്കാത്തത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓരോരോ ന്യായങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പൊ ഇപ്പൊ ഉള്ള ഈ ആയത്തിൽ പറയുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഇവര് പൊതുവെ ശത്രുവായിട്ടാണ് കണ്ടിരുന്നത്. കാരണം അവർ പറയുന്നത് എന്താന്ന് വെച്ചാല് പിന്നെ അപ്പൊ ഈ ജിബ്രീലിനോട് പ്രവാചകനോട് ഇവര് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? താങ്കൾക്ക് സന്ദേശങ്ങൾ എത്തിച്ചു തരുന്ന മലക്ക് ഏതാണെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാമാണ് എനിക്കത് എത്തിച്ചു തരുന്നത്. അപ്പൊ ഇവർ മറുപടി പറയുന്നത് ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്. ആ മലക്കിന്റെ കയ്യാലാണ് ഞങ്ങൾക്ക് സ്വദേശം നഷ്ടപ്പെട്ടത്. അതായത് ജെറൂസലേമിലെ ഞങ്ങളുടെ ദേവാലയം ആഹ് പിന്നെ നശിപ്പിച്ചതും ആ മലക്കാണ്. ഞങ്ങൾക്ക് ആ മലക്കിനോട് വലിയ വിരോധമാണ്. അതുകൊണ്ട് ജിബ്രീൽ വഴി നിയുക്തനായ പ്രവാചകനിലോ അത് ഇറക്കിയ വേദത്തിലോ ഞങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല. ഇപ്പൊ അവര് പറഞ്ഞത് എന്താച്ചാല് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് ഈ ജിബ്രീൽ അലൈഹിസ്സലാം കാരണമാണ്. അതുകൊണ്ട് ജിബ്രീൽ മുഖേന വന്ന ഒന്നും തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നതല്ല എന്നാണ് ഇവരുടെ ന്യായം. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹ് അവർക്ക് കൊടുക്കുന്ന മറുപടി എന്താന്ന് വെച്ചാൽ ഈ ഒരു ആയത്തിൽ തന്നെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ജിബ്രീലായിട്ട് ഉണ്ടാക്കിയ വിഷയമല്ല. നിങ്ങൾ ശരിക്കും പറയുന്ന ജിബ്രീലിനെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും സർവോന്നതനായ അള്ളാഹുവിനെയാണ് ആക്ഷേപിക്കുന്നത്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഒരു ആയത്തുകൾ ഇറക്കുന്നത് അള്ളാഹുവിന്റെ അനുമതിയോട് കൂടിയാണ്. ബിഇദ്നില്ലാഹി എന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ അനുവാദവും അനുമതിയും കൊണ്ടാണ് ഈ പിന്നെ ജിബ്രീൽ നിങ്ങൾക്ക് ഈ ആയത്തുകൾ ഇറക്കി തരുന്നത്. പിന്നെ നിങ്ങൾ ഈ ജിബ്രീലിനെ കുറ്റം പറയുന്നത് കൊണ്ടോ ജിബ്രീൽ നിങ്ങളെ ശത്രുവാണ് ജിബ്രീൽ അങ്ങനെയാണ് എന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട നമ്മളിപ്പോ ഒരു സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടീനോട് നമ്മൾ ചോദിക്കുകയാണ് മോനെ നീ എന്തിനാണ് ഈ സ്കൂളിൽ ചേർന്നത്? മറ്റേ വേറൊരു സ്കൂളിൽ ചേർന്ന ആ മറ്റേ നല്ല സ്കൂൾ അവിടെ ഉണ്ടല്ലോ അവിടെ ചേർന്നാ പോരെന്നില്ലേ? നീ ഇപ്പൊ ഈ സ്കൂൾ ഇങ്ങനെ എന്നാ അപ്പൊ ആ കുട്ടി എന്താ പറയാ ഞാനല്ല എന്റെ പാരന്റ്സ് ആണ് എന്നെ ഈ സ്കൂളിൽ ചൂസ് ചെയ്ത് ചേർത്തത് എന്നാണ്. ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ കുട്ടി KG1 ആയപ്പോഴാ വന്ന് കയറുക. അപ്പൊ അതുപോലെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ജസ്റ്റ് അവിടെ അപ്പൊ മക്കൾ അവിടെ ചേർത്തത് കൊണ്ട് അവിടെ പഠിക്കുന്നു എന്ന് മാത്രം. അവർക്ക് അതിൽ തീരുമാനം എടുക്കാനോ അങ്ങനത്തെ ഒരു ഹയർ ലെവൽ ഡിസിഷൻ എടുക്കാനോ ഒന്നും അവർക്ക് സ്വാധീനമില്ല. അവർക്ക് അതിന് കഴിയുമില്ല. അപ്പൊ അത്തരത്തിലാണ് ഈ ജിബ്രീൽ അലൈഹിസ്സലാം ഇത് കൊണ്ടുവന്ന് വെറും അള്ളാഹ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ തീരുമാനങ്ങളും കാര്യങ്ങളും എന്ത് എപ്പോ എങ്ങനെ ഇറക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന അള്ളാഹു മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജിബ്രീലിനോട് ശത്രുത പുലർത്തുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. അള്ളാന്റെ വാക്കുകളാണ്. അള്ളയാണ് തീരുമാനിക്കുന്നത് ആരിലൂടെ എപ്പോ ആർക്ക് ഇറക്കണം എന്നുള്ളത്. പിന്നെ രണ്ടാമത് പറയുന്നത് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി അത് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു തൗറാത്തൊക്കെ ഉണ്ട് അതിനെ സത്യപ്പെടുത്തുന്നത് കൂടിയാണല്ലോ. മനസ്സിലായില്ലേ? അതായത് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു പുസ്തകത്തെ സത്യപ്പെടുത്തുന്നത് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുന്നത്? അതായത് ഇവരുടെ വേദത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നല്ലോ ഒരു പ്രവാചകനും കൂടി വരാനുണ്ട് എന്നുള്ള കാര്യം. നിങ്ങളുടെ വരാനിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു സമൂഹത്തിലേക്ക് ഒരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട് എന്ന് അവരുടെ കയ്യിലുള്ള പുസ്തകങ്ങള് ശരിക്കും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഇതിൽ ഇത്ര സംശയം എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ അത് വന്നിരിക്കുന്നത്. പിന്നെ മൂന്നാമത് പറയുന്നത് മൂന്നാമത്തെ ഇതൊരു ഹുദയാണ്, ബുഷ്റയാണ്, വിശ്വസിക്കുന്നവർക്ക് സന്തോഷ വാർത്തയും അതുപോലെ തന്നെ ഇത് പിന്നെ സന്മാർഗദായകവുമായിട്ടാണ് ഈ ഗ്രന്ഥം ഇറക്കിയത് എന്നാണ് മൂന്നാമത് പറയുന്നത്. അതായത് പിന്നെ നിങ്ങളുടെ മനസ്സിൽ അതായത് ശരിക്കും മനസ്സിൽ ഒരു ഒരു മുൻധാരണയും ഇല്ലാതെ ഈ ഖുർആനിൽ അവതരിപ്പിച്ച വാക്കുകളും അല്ലെങ്കിൽ ആ മുന്നേയുള്ള തൗറാത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് വിശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഖുർആൻ പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് മുഅ്മിനീങ്ങൾക്ക് ഹൃദയത്തിൽ ശരിക്കും വിശ്വാസമുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അവരുടെ ആത്മഹത്യാപരമായ വിഡ്ഢിത്തത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിവരം കെട്ടവരെ നിങ്ങളുടെ സകല വെറുപ്പും വാസ്തവത്തിൽ സന്മാർഗത്തിന്റെ നേർക്കാണ്. നിങ്ങൾ സമരം ചെയ്യുന്ന ശരിയായ മാർഗദർശനത്തോടാണ്. ഇത് ഹുദയാണ്. ഇത് സന്തോഷവാർത്ത അറിയിക്കുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഈ വെറുപ്പ് എന്തിനോടാണ്? ഈ ഹുദയിനോടാണ്. അതായത് നിങ്ങൾ നേരാവണ്ണം സ്വീകരിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ തന്നെ വിജയ സൗഭാഗ്യത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ് ഈ ഒരു ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവരുടെ ഈ ഒരു ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കണം. ഇവർക്ക് പൊതുവെ
ജിബ്രീലിനോട് ഒരു വെറുപ്പാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ചോദ്യമായിട്ട് പ്രവാചകന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ആയത്തിലേക്ക് കിടക്കാം. മൻ കാന അദുവ്വൻ ലില്ലാഹി വ മലായികതിഹി വ റുസുലിഹി വ ജിബ്രീല വ മീകാല ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ. ഈ ആയത്ത് വളരെ വ്യക്തമായിട്ട് അള്ളാഹ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത് പറയുന്നത് മൻ കാന അദുവ്വൻ ലില്ലാഹി. ഇനി ആരെങ്കിലും അള്ളാഹുവിനോട് ശത്രുത പുലർത്തുന്നു, നേരത്തെ ആയത്തിൽ ജിബ്രീലിനോട് പറഞ്ഞതാണ്. മൻ കാന, ഇനി ആരെങ്കിലും അദുവൻ ശത്രുവാണ്, ലില്ലാഹി അള്ളാഹുവിന് അള്ളാഹുവിനോട് ശത്രുത പുലർത്തും, വ അള്ളാഹുവിനോട് മാത്രമല്ല, വ ആൻഡ് മലായികതിഹി അവന്റെ മലായികത്തുകളോടും, അല്ലെ, അതായത് മലക്കുകളോടും. മലക്കിന്റെ ജമ്മാണ് മലായികത്ത്, അല്ലെ. അപ്പൊ മലക്കുകളോടും അള്ളാഹുവിനോടും വ റുസുലിഹി അവന്റെ റസൂലുകളോടും. റസൂലിന്റെ ജമാണ് റുസുൽ. മനസ്സിലായില്ലേ? റസൂലിന്റെ ജമാണ് റുസുല്. അപ്പൊ റുസുലിഹി അവന്റെ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റുസുലുകളോടും, അതായത് ദൂതന്മാരോടും, ജിബ്രീലിന്റെയും മീക്കാൽ എന്ന് പറയുന്നൊരു മലക്കാണ്, മലക്കിന്റെ പേരാണ്. മീക്കാലിനോടും ഒക്കെ ശത്രുത പുലർത്തുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് അള്ളാഹ് പറയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഇനി അള്ളാഹിനോടും മലക്കുകളോടും റസൂലുകളോടും ജിബ്രീലിനോടും മീക്കാൽ എന്ന് പറഞ്ഞ മിക്കായിൽ എന്ന് പറയുന്ന മലക്കിനോടൊക്കെ നിങ്ങൾക്ക് ശത്രുതയുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഫൈനല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ, തീർച്ചയായും അള്ളാഹു കാഫിരീങ്ങൾക്ക് ശത്രുവാണ്. മനസ്സിലായോ? അതായത് ഈ ഒരു നിഷേധം, ഇതിലേതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാൽ, അല്ലെങ്കിൽ അവരോട് ശത്രുവാണ്, ഞങ്ങൾക്ക് ഇഷ്ടമില്ല, ഞങ്ങൾക്ക് വെറുപ്പാണ് എന്നൊക്കെ ആരെങ്കിലും ഇതിലേതെങ്കിലും ഒന്നിനോട്, അള്ളഹാനോട് മാത്രല്ല മലക്കുകളോടോ, അല്ലെങ്കിൽ ഒരാൾക്ക് ജിബ്രീലിനോട് വെറുപ്പാണ്, വേറുള്ളതൊക്കെ ഓക്കെ, ജിബ്രീലിനോട് വെറുപ്പാണ് എങ്കിൽ മനസ്സിലാക്കേണ്ടത് ഫൈനല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ, നമ്മുടെ എല്ലാവരെയും നിഷേധിക്കുന്ന പോലെ തന്നെയാണ് ഇതിലേതെങ്കിലും ഒന്നിനെ നമ്മൾ വെറുപ്പ് കാണിക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നത്. ആരെങ്കിലും അള്ളാഹുവിനും അതിന്റെ മലക്കുകളുടെയും ദൂതന്മാരുടെയും ജിബ്രീലിന്റെയും മിക്കായിലിന്റെയും ശത്രുവാണെങ്കിൽ അള്ളാഹു ആ നിഷേധികളുടെയും ശത്രു എത്ര? മനസ്സിലായില്ലേ? ഇതിലേതെങ്കിലും ഒന്നിനെ വെറുക്കുന്നുവെങ്കിൽ അള്ളാഹു അവരുടെയും ശത്രുവാണ്. അപ്പൊ ആ ശത്രുത എന്ന് പറയുന്ന അള്ളാഹുവിനോടുള്ള ശത്രുവായി മാറുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെയുള്ള വാക്കുകളൊക്കെ വളരെ സിമ്പിൾ ആണ്. അദുവ് ശത്രു, ലില്ലാഹി മലായിക്കത്ത് എല്ലാവർക്കും അറിയുന്നതാണ്. മലായിക്കത്തിഹി എന്ന് പറയാൻ അള്ളാഹുവിന്റെ, അവന്റെ എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹുവിന്റെ, റുസുല് പ്രവാചകന്മാർ, ജിബ്രീൽ തന്നെ, മിക്കായിൽ എന്ന് പറഞ്ഞ മലക്കാണ്. അതിനാൽ ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു അദുവാണ്, ശത്രുവാണ്, ലിൽ കാഫിരീൻ കാഫിറിന്റെ ജമ്മാണ് കാഫിരീൻ, സത്യനിഷേധികളോട്. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി, അല്ലെങ്കിൽ സത്യനിഷേധികൾക്ക് അള്ളാഹു ശത്രുവാകുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവരെ വാണിംഗ് ചെയ്യാണ്. നിങ്ങൾ ഒരാളോട് എനിക്ക് ജിബ്രീലിനോട് വെറുപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ മൊത്തത്തിലുള്ള അള്ളാഹുവിനോടൊക്കെ നിങ്ങൾ ശത്രുക്കളാണ്. ആ അത്തരത്തിലുള്ള ആളുകളോട് അള്ളാഹു ശത്രുവായിരിക്കും എന്നാണ് പറഞ്ഞു വന്നത്. ഇനി അടുത്ത വലഖദ് അൻസൽനാ ഇലൈക ആയാത്തിൻ ബയ്യിനാത്ത് വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ. അതായത് ഈ ആയത്തിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആണ്. ഈ ആയത്തുകളൊക്കെ വളരെ എളുപ്പമുള്ളതാണ്. ഇതുവരെ ആയത്തുകൾ പഠിച്ച് വന്നവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ഇതൊക്കെ അർത്ഥം പറയാൻ. വ ആൻഡ് ലഖദ് തീർച്ചയായും, ല എന്ന് പറയുന്ന ഖദ് എന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയായും, ലഖദ് എന്ന് പറഞ്ഞാലും ഷുവർലി ഉറപ്പിച്ച് പറയാണ്. അൻസൽന നാം ഇറക്കി. അൻസലയൊക്കെ ഒരുപാട് തവണ പഠിച്ചതാണ്. അൻസല യുൻസിലു അത് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ, കുറെ മുന്നേ പഠിച്ചത് കൊണ്ട്. അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി, നാം ഇറക്കി. അള്ളാഹ് പറയാണ് അൻസൽന നാം ഇറക്കി. ഇലൈക്ക, ഇലാ പ്ലസ് ക ആണ് ഇലൈക്ക. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, ടു, ക നിന്നിലേക്ക്. അപ്പൊ വലഖദ് അൻസൽന ഇലൈക്ക നാം നിന്നിലേക്ക് ഇറക്കി. എന്ത്? ആയാത്തിൻ ബയ്യിനാത്ത്. ആയാത്ത് എന്ന് പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ, അല്ലെങ്കിൽ വചനങ്ങൾ, അല്ലെങ്കിൽ ആയത്തുകൾ, പല അർത്ഥവും പറയാറുണ്ട്. ആയത്തിന്റെ ജംആണ്, പ്ലൂറലാണ് ആയാത്ത്. മനസ്സിലായില്ലേ? ആയത്തിന്റെ ജംആണ് ആയാത്ത്, വചനങ്ങൾ. പിന്നെ ആയാത്തിൻ ബയ്യിനാത്ത് വ്യക്തമായ. അപ്പൊ ബയ്യിനത്തിന്റെ ജംആണ് ബയ്യിനാത്ത്. മനസ്സിലായില്ലേ? അപ്പൊ ആയാത്താവുമ്പോ ബയ്യിനാത്ത് എന്ന് പറയണം. ആയാത്ത് എന്ന് പറഞ്ഞ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. അപ്പൊ ആയാത്തിൻ ബയ്യിനാത്ത് വ്യക്തമായ വചനങ്ങൾ. വലഖദ് അൻസൽനാ ഇലൈക ആയാത്തിൻ ബയ്യിനാത്ത് എന്ന് പറയുമ്പോ ഇപ്പൊ എന്താണ്? നിന്നിലേക്ക് ഞാൻ വ്യക്തമായ വചനങ്ങൾ തീർച്ചയായും ഇറക്കി. മനസ്സിലായി? ഇവിടെ ആകെ പുതിയ വാക്ക് അഞ്ചല, പുതിയതൊന്നല്ല, പഴയ തന്നെയാണ്. ബയ്യനത്തിന്റെ മുന്നേ പഠിച്ചതാണ്. ബയ്യനത്തിന്റെ ജമ്മാണ് ബയ്യനാത്ത്. ഇതിലൊക്കെ പഴയ വാക്കാണ്.
വമാ യക്ഫുറു ബിഹാ വ ആൻഡ് മാ യക്ഫുറു എന്ന് പറയുന്നത് കഫറ യക്ഫുറു, വാക്ക് പുതിയതല്ല പഴയതാണ്. കഫറ നിഷേധിച്ചു, യക്ഫുറു നിഷേധിക്കുന്നു. മാ യക്ഫുറു നിഷേധിക്കുന്നില്ല. ഇവിടെ മാ എന്നുള്ളത് ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. മാ യക്ഫുറു ബിഹ, അതുകൊണ്ട്. അതായത് ഈ ആയത്തുകളെയാണ് ഇവിടെ ബിഹ എന്ന് പറയുന്നത്. മേലെയുള്ള ഇവിടെ ഹ എന്ന് പറയാൻ കാരണം ആയത്ത് സ്ത്രീലിംഗമായത് കൊണ്ടാണ്. ഹ, ഈ ഹ ബി എന്ന് പറഞ്ഞ കൊണ്ട്, ഹ ആ ഒരു ആയത്തുകളെ കൊണ്ട്, അതിനെ കൊണ്ട്. ഇല്ലൽ ഫാസിഖൂൻ, ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ. ഈ മായും ഇല്ലായും കൂടി ഒരുമിച്ച് വരുമ്പോ ഇവിടെ മാ യക്ഫുറു കണ്ടില്ല, അവിടെ ഇല്ല എന്നല്ല അർത്ഥം. ഇവിടെ ഇല്ല അല്ലാതെ രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോ പോസിറ്റീവ് ആവുകയെ. രണ്ട് നെഗറ്റീവ് സമം പോസിറ്റീവ് ആണ്. അപ്പൊ മായും ഇല്ലായും കൂടി ഒരുമിച്ച് വന്നാല് നമ്മൾ എന്താവും, മീനിങ് പോസിറ്റീവ് ആവും. അല്ലാതെ അക്രമികളല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല എന്ന് പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം? അക്രമികളാണ് നിഷേധിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് കുറച്ചും കൂടി ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുമ്പോഴാണ് നമ്മള് അതല്ലാതെ ചെയ്യൂല അങ്ങനെ പറയുമ്പോ എന്താണ്, ആ പണീനെ കുറച്ചും കൂടി നമ്മൾ സ്ട്രെസ് ചെയ്യാണ്. അവരല്ലാതെ അതിനെ നിഷേധിക്കൂല എന്ന് പറയുമ്പോ അല്ലെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ ഇല്ല ഉപയോഗിക്കുന്ന? അല്ല ഇലാഹുള്ളൂ എന്ന് പറഞ്ഞാ പോരെ, അള്ളാഹു ഇലാഹ് എന്ന് പറഞ്ഞാ പോരെ. അങ്ങനെ പറയാതെ ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പൊ ലായും ഇല്ലാഹും കൂടി പോസിറ്റീവ് ആണ്. അല്ല അല്ലാതെ ഇലാഹില്ല എന്ന് പറയുമ്പോ അല്ലയാണ്, അല്ല മാത്രമേ ഇലാഹുള്ളൂ എന്നാണ് പറയുന്നത് വാക്കില്. പക്ഷേ അലാ ഇലാഹ ഇല്ലല്ലാ എക്സെപ്റ്റ് അള്ളാഹ് എന്ന് പറയുമ്പോ അത് ഒരു പ്രത്യേക ഒരു സ്ട്രെസ് അവിടെ വരുന്നുണ്ട്. വമാ യക്ഫുറു ബിഹ, അതിനെ നിഷേധിക്കുന്നില്ല, അതിനെ കൊണ്ട് നിഷേധിക്കുന്നില്ല. ഇല്ലൽ ഫാസിഖൂൻ, ഫാസിഖീങ്ങളല്ലാതെ. ആരാണ് ഫാസിഖീങ്ങൾ? ഫാസിഖ് എന്ന് പറയുന്ന ഫിസ്ക് ചെയ്യുന്നവനാണ് ഫാസിഖ്. ഫാസിഖിന്റെ ജംആണ് ഫാസിഖൂൻ. മനസ്സിലായില്ലേ? ഫാസിഖ് ജംഅ ഫാസിഖൂൻ. പക്ഷെ ഫാസിഖ് ആരാണ്? ഫിസ്ക് ചെയ്യുന്നവൻ. ഫിസ്ക് എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഫിസ്ക് എന്ന് പറയുന്ന പ്രവൃത്തി എന്താന്ന് പറയാ? ഫിസ്ക് പരിധി ലംഘിച്ച് പ്രവർത്തിക്കുക, അള്ളാഹിനെ അനുസരിക്കാതിരിക്കുക, അത്തരത്തിലുള്ള ആ ഒരു പ്രവൃത്തികൾക്കാണ് ഫിസ്ക് എന്ന് പറയുന്നത്. അപ്പോ ഇതില് അതുപോലെ ദൈവധിക്കാരം, അധർമ്മം, അക്രമം, പാപം, അനീതി എന്നുള്ള വാക്കിലൊക്കെ ഈ ഫിസ്ക് എന്നുള്ള വാക്ക്. അപ്പൊ ഈ ഫിസ്ക് ചെയ്യുന്ന ആളെയാണ് ഫാസിക്ക് എന്ന് പറയാ കേട്ടോ. ഇപ്പൊ ഫാസിഖൂൻ എന്ന് പറയുന്ന അത്തരത്തിൽ ഫിസ്ക് ചെയ്യുന്ന ആളുകൾ പ്ലൂരൽ. ഇല്ലൽ ഫാസിഖ്. ഇത് വളരെ വ്യക്തമാണ് ഈ ആയത്തുകൾ. അള്ളാഹു ഇത് പ്രവാചകനോട് പറയണം. പ്രവാചകനിലേക്ക് ഇറക്കിയ ആയാത്തിൻ ബയ്യിനാത്ത് എന്ന് പറഞ്ഞ ഇവിടെ പ്രവാചകൻ ഇറക്കിയ ദൃഷ്ടാന്തങ്ങളായ ഖുർആനാണ് ഇവിടെ പറയുന്നത്. അതിനെ ആരും നിഷേധിക്കുകയില്ല. ഫാസിഖീങ്ങൾക്കല്ലാതെ അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അതായത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയെന്ന് വെച്ചാൽ ഖുർആനിലെ ആയത്തുകൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ ശുദ്ധമായ മനസ്സുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും വാക്കുകളുമാണ് ആ ഖുർആനിലുള്ളത്. അപ്പൊ ശരിക്കും ധിക്കരിക്കണം എന്നുള്ള ഉദ്ദേശപൂർവ്വം അങ്ങനെ ഉണ്ടല്ലോ, ഗൂഢതന്ത്രവുമായി സമീപിക്കുന്നതിന് മാത്രമേ അതിന് നിഷേധിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഫാസിക് എന്ന് പറയുന്ന അത്തരത്തിലുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ആ ഒരു നിയ്യത്തിൽ, അതായത് അള്ളാഹിനെ അനുസരിക്കൂല എന്നങ്ങ് മനസ്സിൽ വിചാരിക്കൂലേ ചിലര്, അന്നാ ഞാൻ ഒരിക്കലും ഇതിൽ വിശ്വസിക്കൂല, അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനെ വിചാരിച്ച് സമീപിക്കുന്ന ഒരാൾക്ക് ഇതിനെ നിഷേധിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള ഫാസിഖുകൾക്ക്, ധിക്കാരികൾക്ക്. അതാണ് ഇവിടെ ആ ഒരു ആയത്തിന്റെ അർത്ഥം പറയുന്നത്. ഇല്ലൽ ഫാസിഖൂൻ. അപ്പോ ഞാൻ അടുത്ത ആയത്ത് നോക്കാം. ഞാൻ അവരെ കുറിച്ച് പ്രവാചകനോട് സമാധാനിപ്പിക്കുകയാണ്. കാരണം ഈ ജൂതന്മാർ വന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വല്ലാതെ ഇടങ്ങാറ്, ഇവര് വിശ്വസിക്കുകയില്ല. അപ്പൊ പ്രവാചകനോട് അള്ളാഹ് പറയാണ്, അതായത് ഈ വിധം തന്നെയല്ലേ എക്കാലത്തും സംഭവിച്ചിട്ടുള്ളത്. ഓരോ കരാർ ചെയ്ത് കഴിയുമ്പോഴും അവരിൽ ഒരു വിഭാഗം അതിനെ വലിച്ചെറിയാൻ മുതിർന്നിട്ടില്ലേ? എന്നല്ല, അവരിൽ അധിക പറ്റവും സത്യസന്ധമായി വിശ്വസിക്കാറുമില്ല. ഇത് പ്രവാചകന് വലിയ സമാധാനമാണ്. കാരണം വെച്ചാൽ നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? കാരണം ഇവരെ ചരിത്രം നീ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇത് തന്നെയാണ് പണി. ഇവരുടെ അടുത്ത് അള്ളാഹ് ഓരോരോ കരാറുമായി വരുമ്പോൾ അതിനൊന്നും ഇവർ വിശ്വസിച്ചിട്ടില്ല. ഇവർ മര്യാദക്ക് ആ കരാറുകൾ പാലിച്ചിട്ടുമില്ല. ഇവരുടെ ചരിത്രം തന്നെ അവിശ്വാസത്തിന്റെയും സത്യസന്ധതയില്ലായ്മയുടെയും കാപട്യത്തിന്റെയും കരാർ ലംഘനത്തിന്റെയും ഒരു ചരിത്രമാണുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഇവർ വിശ്വസിക്കാതിരിക്കുന്നതിൽ യാതൊരു അത്ഭുതമൊന്നും തോന്നേണ്ടതില്ല, വിഷമിക്കുകയും വേണ്ട എന്നാണ് പറഞ്ഞിട്ടാണ് ഈ ഒരു ആയത്ത് പറയുന്നത്. അപ്പൊ കുല്ലമ ആഹദു അഹ്ദ, അത് നോക്കി നോക്കുക അതിന്റെ അർത്ഥം. എന്ന് പറയുന്നത് ആണോ അങ്ങനെയല്ലേ എന്നൊക്കെയുള്ള അർത്ഥത്തിലൂടെ ക്വസ്റ്റ്യൻ പോലെയാണ് തുടങ്ങുന്നത് കേട്ടോ. കുല്ലമ, ഈ എന്ന് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു നോക്കൂ. ആൻഡ് കുല്ലമ ആഹദു, അതിങ്ങനെ ഈ ആയത്ത് റിപ്പീറ്റ് ചെയ്തോണ്ട് തുടങ്ങുന്നത് കേട്ടോ.
ഈ ആ അവിടെ മാറ്റി നിർത്തുന്നത് ഈ ആയത്ത് മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻ തുടങ്ങുന്നോണ്ടാണ് ഇവിടെ ആ എന്നുള്ള വാക്കുകൊണ്ട് തുടങ്ങുന്നത്. ആണോ എന്നുള്ളത്. ആണോ. അപ്പൊ കുല്ലമ ആഹദു, കുല്ലമ എന്ന് പറഞ്ഞ ഓരോ ഓരോ വട്ടവും എന്നുള്ള അർത്ഥം. കുല്ല എന്ന് പറഞ്ഞാൽ എല്ലാ എന്നുള്ളതാണ്. നമ്മൾ പറയില്ലേ, എങ്ങനെ ഇപ്പൊ ഇത് പറയാ, കുല്ലമ ആഹദു, ഓരോ പ്രാവശ്യവും എല്ലാ ഓരോന്ന് പറയാറില്ലേ, എല്ലാ ഓരോന്ന് പറയുന്ന പോലെ എല്ലാ ഓരോ തവണയും ആഹദു, ആഹദ ആഹദു എന്നാണ്. ആഹദ എന്നാണ് കരാർ ചെയ്തു എന്നാണ്. കരാർ ചെയ്തു, കരാർ ചെയ്യും. അപ്പൊ അഹദൂ എന്ന് പറയുമ്പോ അവർ കരാർ ചെയ്ത എല്ലാ എല്ലാ ഓരോ സമയം അവർ കരാർ ചെയ്യുന്ന ഓരോരോ സമയത്തും ആഹ്ദൻ, ആഹ്ദൻ എന്ന് പറഞ്ഞ കരാർ, അത് മനസ്സിലായില്ല. കുല്ലമ ആഹദു അഹ്ദൻ, അവർ ഓരോ സമയത്തും കരാർ ചെയ്യുമ്പോഴൊക്കെയും അവരെന്താ ചെയ്തത്, നബദഹു, നബദ എന്ന് പറഞ്ഞാൽ വലിച്ചെറിഞ്ഞു എന്നാണ്. നബദ സൂറത്ത് ഹുമസയിലില്ലേ, ലയുംബദന്ന, അവരെ വലിച്ചെറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലയുംബദന്ന, നരകത്തിലേക്ക്. ലയുംബദന്ന ഫിൽ ഹുത്തമ, ഹുത്തമയിലേക്ക് അവരെ വലിച്ചെറിയുക. അതുപോലെ ഈ നബദ എന്ന വാക്കിന്റെ അർത്ഥം വലിച്ചെറിഞ്ഞു എന്നാണ്. നബദ ഹു എന്ന് പറഞ്ഞ കരാറിനെ, ഹു എന്ന് പറഞ്ഞ അതിനെ എന്നുള്ള ഇവിടെ മേലെയുള്ള സൂചിപ്പിച്ച ലമീർ കരാറാണ്. അപ്പൊ അവര് ഓരോ പ്രാവശ്യം ഓരോ കരാർ ചെയ്യുമ്പോഴും നബദഹു, അതിനെ വലിച്ചെറിഞ്ഞു. ഫരീഖും മിൻഹും, ആരാ വലിച്ചെറിഞ്ഞ, ഫരീഖും മിൻഹും, അവരിൽ ഒരു വിഭാഗം. ഫരീഖ് എന്ന് പറഞ്ഞ വിഭാഗമാണ്. ഫരീഖ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, അവരിലുള്ള ഒരു വിഭാഗം. മിൻഹും, അവരിൽ നിന്നുള്ള. ഇതൊക്കെ സിമ്പിൾ ആണ്, നമ്മൾ ഇതിന് മുന്നേ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ പുതിയ വാക്ക് എന്ന് പറഞ്ഞാൽ ആഹദ്, കരാറ് പുതിയതായിരിക്കാം. ആഹദ, അഹദ് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെയാണ് ആഹദ്. ഇത് രണ്ടും ഒരേ വാക്കാണ് കേട്ടോ. അതിന്റെ പല ഫോമാണ് അഹദും ആഹദയും ഒക്കെ. ആഹദ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്, കരാർ ചെയ്തു. അഹദ് എന്ന് പറഞ്ഞാൽ കരാർ. അങ്ങനെ. അപ്പൊ ഫകുല്ലമ ആഹദു അഹദൻ, അവർ ഓരോ പ്രാവശ്യം കരാർ ചെയ്യുമ്പോഴൊക്കെയും നബദഹു, അതിനെ വലിച്ചെറിഞ്ഞു. ഫരീഖും മിൻഹും, അവരിൽപ്പെട്ട ഒരു ഫരീഖ്, അതായത് ഒരു വിഭാഗം. ബൽ, എന്നാൽ, അല്ല എന്നൊക്കെ പറയും. ബൽ എന്നാൽ, അക്തറുഹും, അവരിൽ അധിക പേരും. അക്തർ എന്ന് പറഞ്ഞാൽ കസീർ എന്ന് പറഞ്ഞ വാക്ക് എന്ന് വരുന്നതാണ്. അക്തർ എന്ന് പറഞ്ഞാൽ ധാരാളം, ഏറ്റവും കൂടുതൽ ആളുകളും. അക്സറുഹും, അവരിൽ അധികം ആളുകളും. ലാ യുഅ്മിനൂൻ, വിശ്വസിക്കുകയില്ല, വിശ്വസിക്കുന്നില്ല. ആമന യുഅ്മിനു, ഈ വാക്ക് ആമന വിശ്വസിച്ചു, യുഅ്മിനു അവൻ വിശ്വസിക്കുന്നു, യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നു. അപ്പൊ ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല. മനസ്സിലായില്ല? അതെങ്ങനെയാ വരുന്നത്, അതിന്റെ റൂട്ടിൽ നിന്ന് പഠിക്കണം നമ്മൾ എപ്പോഴും. അതിന്റെ ബേസിൽ നിന്ന് പഠിച്ചാലേ നമുക്ക് എല്ലാ വാക്കും അർത്ഥം കിട്ടുള്ളൂ. ആമന വിശ്വസിച്ചു, യുഅ്മിനു വിശ്വസിക്കുന്നു, യുഅ്മിനൂൻ എന്ന് പറയുമ്പോ അവർ പ്ലൂറലായി വാവിനു അവർ വിശ്വസിക്കുന്നു. ലാ എന്ന് കൂടെ വരുമ്പോൾ വിശ്വസിക്കുന്നില്ല. ലാ യുഅ്മിനു, അവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ അക്തറുഹും, അവരിൽ അധിക പേരും ലാ യുഅ്മിനൂൻ, ഇവർ വിശ്വസിക്കുന്നില്ല. മനസ്സിലായില്ല? അപ്പൊ അവകുല്ലമ ആഹദു, ഓരോ പ്രാവശ്യം കരാർ ചെയ്യുമ്പോൾ നബദഹു ഫരീഖും മിൻഹും, അവരിൽ ഒരു വിഭാഗം അതിനെ വലിച്ചെറിഞ്ഞു. ബൽ അക്തറുഹും ലാ യുഅ്മിനൂൻ, എന്നാൽ അവരിൽ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല. ഇനി വലമ്മ, അടുത്ത ആയത്ത് നോക്കൂ. അത് അവരെ കുറിച്ച് പറഞ്ഞ ശേഷം വിശദീകരണം പറയാം. ഈ ആയത്തും കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം. ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون. അവരുടെ പക്കൽ മുമ്പെയുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ടും ദൃഢീകരിച്ചുകൊണ്ടും അള്ളാഹുവിങ്കിൽ നിന്ന് ഒരു ദൂതൻ ആഗതനായപ്പോൾ ഈ വേദക്കാരിൽ ഒരു വിഭാഗം ഒന്നും അറിയാത്തവരെ പോലെ ദൈവിക ഗ്രന്ഥത്തെ പുറകോട്ടെറിഞ്ഞു കളഞ്ഞു. അതായത് ഇത് ആദ്യം അവർ പറഞ്ഞു, ഓരോ പ്രാവശ്യം അള്ള കരാറെടുത്തപ്പോഴൊക്കെ അതിനൊക്കെ അവർ ഒരു വിലയില്ലാതെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. കരാറിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമതുള്ള പറയാണ്, നോക്ക്, അവരുടെ ചരിത്രമുള്ള പ്രവാചകന് പറഞ്ഞു കൊടുക്കാണ്. ഓരോ പ്രാവശ്യം അവർക്ക് ഈ റസൂലും മിൻ ഇന്ദില്ലാഹി മുസദ്ദിഖൻ ലിമാ മഅഹും, അവരുടെ അടുത്തുള്ളതിന്, അവരത് ഓൾറെഡി അവരുടെ അടുത്തുള്ള തൗറാത്തിന് മുന്നുള്ള വേദങ്ങളൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് ഓരോരോ പ്രവാചകന്മാർ വന്നപ്പോഴൊക്കെ നബദ ഫരീഖും മിനല്ലദീന ഊത്തുൽ കിതാബ്, ഊത്തുൽ കിതാബിൽപ്പെട്ട ഓരോ ഫരീഖുകൾ, ഓരോ വിഭാഗങ്ങളും കിതാബ് അല്ലാഹി വറാ ളുഹൂരി, അള്ളാഹുവിന്റെ കിതാബിനെ അവര് വലിച്ചെറിഞ്ഞു, അവരുടെ പിറകോട്ട് വലിച്ചെറിഞ്ഞു. കഅന്നഹും ലാ യഅലമൂൻ, അവരൊന്നും അറിയാത്ത പോലെ. മനഃപൂർവ്വം നമ്മൾ പറയില്ല, ഒന്നും അറിയാത്ത പോലെ എന്നുള്ള ഒറ്റ വാക്ക് നമ്മൾ മനഃപൂർവ്വം ചെയ്തു എന്നുള്ള പറയാറില്ലേ, ഒന്നും അറിയാത്ത പോലെ ഭാവിച്ചിട്ട് അങ്ങനെ. അപ്പൊ ഇതാണ് ഞാൻ അതിന്റെ അർത്ഥം നോക്കി നോക്കൂ. വലമ്മ ജാഅഹും, വ ആൻഡ്, അള്ളാഹ് കണ്ടിന്യൂ ചെയ്യണോ, വ ആൻഡ് ലമ്മ ജാ, ജാ എന്നുള്ളതാണ് ഇവിടെ പുതിയ വാക്കുള്ളൂ കേട്ടോ. ജാ പുതിയതല്ല, പഴയതാണ്, എത്രയോ തവണ പഠിച്ചാണ്. ജാ വന്നു, ലമ്മ നനമ്പോൾ, അപ്പോൾ. അപ്പൊ ലമ്മ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ. റസൂലുൻ, റസൂൽ, ഒരു ദൂതൻ. മിൻ ഇന്ദില്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. മിൻ എന്ന ഫ്രം,
എന്താന്നാണ് അടുക്കൽ, അള്ളാഹി അള്ളാഹ്. അപ്പൊ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് റസൂൽ അവരിലേക്ക് വന്നപ്പോൾ, മനസ്സിലായില്ലേ? ലമ്മാ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ റസൂലും, റസൂല് മിൻ ഇന്ദില്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. എങ്ങനെയാ വന്നേ? മുസദ്ദിഖുൽ ലിമാ മഅഹു, അവരുടെ കൈവശമുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാ വരുന്നേ. അള്ളാഹിനെ ആരാധിക്കാനും കാര്യങ്ങളും അതിന്റെ മുന്നേയുള്ള വേദത്തിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഒന്നും കൂടി അവിടെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വരുന്നത്. അല്ലാതെ അതേ അള്ളാഹ് തന്നെയാണ് അന്ന് ആദം നബി മുതലുള്ള അള്ളാഹിനെ അനുസരിക്കാൻ തന്നെ പിന്നെയുള്ള ഓരോ പ്രവാചകനും വന്ന് പറയുന്നത്. അവരുടെ അടുത്തുള്ള പുസ്തകത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതാണ്, മുസദ്ദിഖ് സത്യപ്പെടുത്തുന്നതായിട്ടുണ്ട്. ലി എന്ത് മാഹും, അവരുടെ അടുത്തുള്ളതിന്, കൂടെയുള്ളതിന്. മാ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കൂടെ, ഒപ്പം എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. മാഹും, അവരുടെ കൂടെയുള്ളത് എന്താണോ, എന്താണോ, മാഹും അവരുടെ കൂടെയുള്ളതിനെ, ലീ എന്ന് പറയുന്നതിന് വേണ്ടി മുസദ്ദിഖ് സത്യപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ അവരെന്താ ചെയ്തത്? നബദ, വലിച്ചെറിഞ്ഞു. ഇതിന് മുന്നത്തെ ആയത്തിൽ പറഞ്ഞു കേട്ടോ, നബദയുടെ അർത്ഥം പിന്നെ മുന്നത്തെ ആയത്തിലും വന്നിട്ടുണ്ട്. നബദ, വലിച്ചെറിഞ്ഞു. നബദ, വലിച്ചെറിഞ്ഞു. ഫരീഖ്, ഒരു വിഭാഗം. മിനല്ലദീന ഊത്തുൽ കിതാബ, കിതാബ് അതായത് ഊത്തുൽ കിതാബ് എന്ന് പറയുന്ന ആരാണ്? വേദഗ്രന്ഥം നൽകപ്പെട്ടതെന്ന് പറഞ്ഞാൽ യഹൂദികളും ക്രിസ്ത്യാനികളും ഒക്കെ അതിൽപ്പെട്ടവരാണ്. ഗ്രന്ഥം നൽകപ്പെട്ടവർ. മിനല്ലദീന ഊത്തുൽ കിതാബ്. അപ്പൊ ഊത്തു എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ട, കിതാബ് നൽകപ്പെട്ട കൂട്ടർ. അല്ലദീന എന്ന് പറഞ്ഞൊരു കൂട്ടർ. അപ്പൊ ആ ഊത്തുൽ കിതാബിൽ പെട്ട ഫരീഖ് നബദ, മനസ്സിലായില്ലേ? ആ ഒരു ഊത്തുൽ കിതാബിൽപ്പെട്ട ഒരു വിഭാഗം, ഒരു കൂട്ടർ, നബദ, വലിച്ചെറിഞ്ഞു. എന്താ വലിച്ചെറിഞ്ഞ? കിതാബല്ലാഹി, അള്ളാഹുവിന്റെ കിതാബിനെ. അള്ളാഹുവിന്റെ കിതാബിനെ വീണ്ടും വന്നപ്പോ അവര് ഓരോ വാക്ക് വരുമ്പോഴും അവർ ആ കിതാബിനെ വലിച്ചെറിയാണ്. കിതാബ് എല്ലാം അള്ളാഹുവിൽ നിന്നാണല്ലോ. കിതാബ് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അവർ വലിച്ചെറിഞ്ഞു. എങ്ങോട്ട് വലിച്ചെറിഞ്ഞു? പിന്നിലേക്ക്. എന്ന് പറഞ്ഞ പിന്നിലേക്ക്. അമാമ എന്ന് പറഞ്ഞ അമാമ എന്ന് പറഞ്ഞ ഫ്രണ്ടിൽ. അമാമന്റെ ഓപ്പോസിറ്റ് ആണ് പിന്നിൽ എന്നുള്ളത്. ഫ്രണ്ട്, ബാക്ക്. അമാമ എന്ന് പറഞ്ഞ പിന്നിലേക്ക്. ലുഹൂരിഹിം, ലഹർ എന്ന് പറഞ്ഞ മുതുകിനെയാ പറയാട്ടോ, ബാക്ക് സൈഡിനെ. മനുഷ്യന്റെ മുതുകിനെയാണ് ലഹർ എന്ന് പറയാ. അപ്പൊ ലഹറിന്റെ ആണ് ലുഹൂർ, മുതുകുകൾ. അപ്പൊ ലുഹൂരിഹിം, അവരുടെ മുതുകൾക്ക് ബാക്കിലേക്ക്, എന്നാൽ അവരുടെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ള അർത്ഥത്തില്. അന്നഹും, കാ പോലെ. എങ്ങനെയാണ് അവർ വലിച്ചെറിഞ്ഞത്? വെറുതെ അല്ല. കാ പോലെ. അന്നഹും, തീർച്ചയായും അവർ. അന്നഹും, തീർച്ചയായും അവർ. ലാ യാലമൂൻ, ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, യാലമൂൻ എന്ന് പറഞ്ഞാൽ അവരറിയുന്നു എന്നാണ്. അലിമ യാലമു, വാക്കെന്താണ്? അലിമ, അവനറിഞ്ഞു. യാലമു, അവനറിയുന്നു. യാലമൂൻ, അവരറിയുന്നു. അതിന്റെ മുന്നേ ലാ ഇട്ടാല് അവരറിയുന്നില്ല. അതായത് അവരറിയുന്നില്ലാത്ത പോലെ, അവർക്കൊന്നും അറിയില്ല എന്ന പോലെ. ഇവിടെ പോലെ എന്നുള്ളതിന്റെ വാക്ക് ഏതാ? ക എന്നാണ്. ക എന്നാണ് ആ പോലെ എന്നുള്ളതിന്റെ വാക്ക്. ക പോലെ. അന്നവും, തീർച്ചയായും അവർ. ലാ യാലമൂൻ, അറിയാത്ത പോലെ അവരതിനെ ബാക്കിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. അതായത് വളരെ നിസ്സാരമായിക്കൊണ്ട്, ഒന്നും അറിയാത്ത പോലെ അവരങ്ങനെ വലിച്ചെറിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ആയത്തിന്റെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞു നോക്കൂ, പഠിച്ചിട്ട് പോവാട്ടോ. വലമ്മ ജാഅഹും, ഇതൊക്കെ വളരെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് ആണ്. ഇതുവരെ ഇപ്പൊ നമ്മൾ 101-ാമത്തെ ആയത്തായി സൂറത്തുൽ ബഖറ തുടങ്ങിയിട്ട്. ഇതുവരെ കണ്ടിന്യൂസ് പഠിച്ചവർക്കൊക്കെ ഈ ആയത്ത് വളരെ സിമ്പിൾ ആയിരിക്കും. ഇതുവരെ 1-ാമത്തെ ആയത്ത് മുതൽ നമ്മുടെ ക്ലാസ്സിന്റെ കൂടെ ഓരോ റിവിഷൻ ടെസ്റ്റും എഴുതി വന്ന ആളുകൾക്ക് ഈ ആയത്ത് സ്വന്തമായിട്ട് അർത്ഥം പറയാനുള്ള സ്റ്റേജിലേക്ക് എത്തിയിരിക്കണം. അങ്ങനെയാണ് ഈ ക്ലാസ്സിന്റെ രൂപം. ആ റിവിഷൻ ടെസ്റ്റ് എഴുതാത്തവരുടെ കാര്യം പറയാൻ കഴിയില്ല. പക്ഷെ സ്ഥിരമായിട്ട് എഴുതുന്ന ആളുകൾക്ക് ഇതിൽ 1-2 വൊക്കാബുലറി കിട്ടാത്ത ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷെ ലുഹൂർ പ്രയാസം ഉണ്ടായിരിക്കും. ബാക്കിയെല്ലാം ഒരുവിധം. നബദ പുതിയ വാക്കാണ്. അങ്ങനെയുള്ള 1-2 വൊക്കാബുലറി ഇല്ലാത്ത പ്രോബ്ലം മാത്രമേ ഉണ്ടാവുള്ളൂ. വലമ്മ ജാഅഹും, അവരിലേക്ക് വന്നപ്പോൾ. റസൂൽ മിൻ ഇന്ദില്ലാഹി, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് റസൂൽ വന്നപ്പോൾ. മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരുടെ ഒപ്പമുള്ളത് എന്താണോ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. നബദ ഫരീഖും മിനല്ലദീന ഊത്തുൽ കിതാബ്, നബദ, വലിച്ചെറിഞ്ഞു. ഫരീഖ്, ഒരു വിഭാഗം. മിനല്ലദീന, മിൻ എന്ന് പറഞ്ഞ ഫ്രം, അല്ലദീന ഊത്തുൽ കിതാബ്, ഊത്തുൽ കിതാബുകളിൽ പെട്ട ഒരു വിഭാഗം വലിച്ചെറിഞ്ഞു. കിതാബല്ലാഹി, അള്ളാഹുവിന്റെ കിതാബിനെ, ഗ്രന്ഥത്തെ. വറാഅ ളുഹൂരിഹിം, അവരുടെ മുതുകിന്റെ ബാക്കിലേക്ക്. കഅന്നഹും, പോലെ. അന്നഹും, തീർച്ചയായും അവർ. ലാ യഅലമൂൻ, അവരൊന്നും അറിയാത്ത പോലെ അവരതിനെ വലിച്ചെറിഞ്ഞു എന്നാണ് ഈ ആയത്തില് പറയുന്നത്. അപ്പൊ ഇതില്
ഇവിടെ അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞത് എന്തിനാന്നറിയോ? ഇവിടുത്തെ കിതാബുല്ലാഹ് എന്ന് പറഞ്ഞത് ഖുർആനിനെ അല്ല ട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൗറാത്തിനെയാണ്. ഈ കാര്യത്തിലെ കിതാബ് അല്ലാഹി അവര് വലിച്ചെറിഞ്ഞ ആ കിതാബ് തൗറാത്താണ്. കിതാബ് അല്ലാഹി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ എന്ന് പറയുന്നത് തൗറാത്തിനെയാണ്. അതായത് ഇവര് അങ്ങനെ വലിച്ചെറിയാൻ കാരണം പറയാൻ കാരണം വലിച്ചെറിഞ്ഞു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് തൗറാത്തിൽ പ്രവചിപ്പിക്കപ്പെട്ട മുഹമ്മദ് നബിയുടെ തള്ളി പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഒരു ഗ്രന്ഥത്തെ വലിച്ചെറിഞ്ഞത്. അതായത് പിന്നെ ഈ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു എന്ന് ആ ഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടും അതിനെ അവര് നിഷേധിക്കുക വഴി ആ ഒരു മൊത്തം ഒരു അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന രീതിയിലാണ് അത് ഉണ്ടാവുക. അത്തരത്തിലുള്ള അതിലൊരു വാക്ക് എന്ന് പറയുന്നത് ഇനിയുള്ള പ്രവാചകൻ വരുന്നുണ്ടല്ലോ. ആ പ്രവാചകനെ കൂടി അംഗീകരിക്കുമ്പോഴാണ് അള്ളാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമാവുള്ളൂ. ആ ഗ്രന്ഥത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഓരോ വാക്കിലും ഓരോ നിയമത്തിലും ഓരോ ഇതിലും അത് വിശ്വസിക്കുമ്പോഴാണ് അത് ആ ഒരു ഗ്രന്ഥത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസാവുക. അപ്പൊ ഇതിൽ ഒന്നിനെ നിഷേധിക്കുമ്പോ അതിന് എന്തോ ഒരു സംശയമുള്ള പോലെ അത് വിശ്വസിക്കാതെ അപ്പൊ അങ്ങനെ അതിനെ തള്ളിപ്പറഞ്ഞു, അതിനെ വലിച്ചെറിഞ്ഞു എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മുഹമ്മദ് നബിയെ അവർ അംഗീകരിക്കാതെ അവര് വലിച്ചെറിയാണ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഈ പ്രവാചകന്റെ കാലത്ത് തന്നെ നല്ല ജൂതന്മാരും ഉണ്ടായിരുന്നു ട്ടോ. അതായത് തൗറാത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച നല്ല അഹ്‌ലു കിതാബിന്റെ ആളുകൾ അവരെന്ത് ചെയ്തു? പ്രവാചകനിലും വന്നിട്ട് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ആ പ്രവാചകൻ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞ് നിഷ്കളങ്കരായ സത്യവിശ്വാസികളായിട്ട് മാറിയ സഹാബികളും ഉണ്ടായിട്ടുണ്ട്. അതിൽ പെട്ട ഒരു പ്രമുഖരായിട്ട് ഒരാളാണ് ഇബ്നു സലാം എന്ന് പറയുന്ന ഒരു സഹാബി. അത്തരത്തിലുള്ള ആളുകളും അക്കാലത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ബാക്കിയുള്ള ഒരുവിധം അതിൽ അക്സറും അതിൽ ഒരുവിധം ആളുകളും വിശ്വസിക്കാതെ പ്രവാചകനെ തള്ളിക്കളയുകയാണ് ചെയ്തത് എന്നാണ് ഇതിലൂടെ പറഞ്ഞത്. അപ്പൊ ഈ ആയത്തുകളിൽ ഞാൻ ഇപ്രാവശ്യം ഗ്രാമർ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല നോട്ട്. കാരണം വെച്ചാൽ ഇത് 5 ആയത്തുണ്ട്. ഇന്ന് 96, 97, 98, 99, 100, 101 4 ആയത്ത് ല്ലേ? 4 ആയത്തുന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം വൊക്കാബുലറി നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാൻ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് മാലി മുലാരി എഴുതിയ ഒരു പേപ്പർ ഇപ്രാവശ്യം ഞാൻ എഴുതിയിട്ടില്ല, അത് പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു 4 ആയത്തിന്റെ അർത്ഥം ശരിക്കും അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചു വരണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹു നമ്മുടെ ഈ സംഘം ഒരു സ്വാലിഹ അമലായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അടുത്ത ക്ലാസ്സിലെ കഴിഞ്ഞ ടെസ്റ്റ് ഇടാം കേട്ടോ, റിവിഷൻ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഇടാം.